ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങളുടെ വിങ്ങുന്ന ഹൃദയങ്ങളിലേക്ക് സന്തോഷമായി സമാധാനമായി കടന്നു വരണമേ. ഒരു പുത്തൻ ഉണർവും ഒരു അഭിഷേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ, പുതുതാക്കി മാറ്റണമേ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാ ദൈവമക്കളെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 20-ാം തിരുവചനം, ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ രചനയും അതിൻ്റെ പശ്ചാത്തലവും നമ്മൾ കാണും. അതായത് ജെറുസലേം ദേവാലയം നശിച്ചു. ജെറുസലേം ദേവാലയം നശിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ജെറുസലേം ദേവാലയം നശിച്ചു, ബലിയെല്ലാം മുടങ്ങിക്കടന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബലി മുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ബലി മുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ ഒരു വേദനയാണത്. അവർക്ക് ബലി മുടങ്ങി, ദേവാലയമില്ല, അവരുടെ നേതാക്കന്മാരെ എല്ലാം പിടിച്ച് നാട് കടത്തി. ഒരു വല്ലാത്തൊരു അനാഥത്വം, ദൈവമില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി, നയിക്കാൻ നേതാക്കന്മാരില്ലെന്ന് തോന്നി തുടങ്ങി, പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല, എല്ലാം നഷ്ടപ്പെട്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു പശ്ചാത്തലം. ജനങ്ങൾ വീർപ്പ് മുട്ടുകയാണ്. ആ ഒരു അവസരത്തിൽ ഇതാ ഒരു പ്രാർത്ഥന. ഇങ്ങനെയാണ് പ്രാർത്ഥന. 20-ാമത്തെ തിരുവചനം എല്ലാവരും ശ്രദ്ധിച്ച് ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കുക. കർത്താവേ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. നോക്കുക ആ ഒരു പ്രാർത്ഥനയുടെ ആഴം. ഇന്ന് വാസ്തവത്തിൽ ഒരുപാട് മക്കൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്, ഒരുപാട് മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥന ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ ഇന്ന് മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രാർത്ഥന. ഒരുപക്ഷെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഒരുപക്ഷെ ഇതായിരിക്കാം. പക്ഷേ കർത്താവ് ഈ ഒരു അവസ്ഥയിലേക്ക് നിനക്ക് പ്രതീക്ഷ തരാൻ കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് കൂടെ നീ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുക. അപ്പോഴാണ് നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം പറയുന്നത്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. വിങ്ങിപ്പൊട്ടുന്ന നീ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് അനുഭവിച്ചറിയാൻ പോകുന്ന വലിയൊരു അഭിഷേകം ഇതാ നമ്മൾ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം എന്താണ് പറയണത്? കർത്താവേ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. ഇങ്ങനെ ഹൃദയം വിങ്ങിയ, ദുരിതത്തിലായ, അസ്വസ്ഥതപ്പെട്ട, കർത്താവേ കാണണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നു വചനം? കർത്താവേ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു, വിങ്ങിപ്പൊട്ടുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. ഈ കുടുംബത്തിൽ 3 പേരാണുള്ളത്. ഒന്ന് ലാസർ, ഒന്ന് മാർത്ത, ഒന്ന് മറിയം. ഈ 3 പേരാണ് ഈ കുടുംബത്തിലുള്ളത്. ഇവർ കുടുംബത്തിൽ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു സങ്കടത്തിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ കഥയായിട്ട് ഇതങ്ങോട്ട് കൂട്ടിയാൽ മതി പ്രിയപ്പെട്ടവരെ. ഒരു വിങ്ങുന്ന കഥ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം തുടങ്ങുകയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇതൊരു ചില്ലറ രോഗമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. കാരണം കുറച്ച് 2-3-4 വചനം അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇവൻ ഈ രോഗം മൂർച്ഛിച്ച് മരിച്ചു. അപ്പോൾ ചില്ലറ രോഗമായിട്ട് ഇത് കണക്കാക്കേണ്ട കാര്യമില്ല. രോഗം വന്നിട്ട് അധികം താമസിക്കാണ്ട് തന്നെ ഇവൻ മരിച്ചു. വളരെ ഗൗരവമായിട്ടുള്ള എന്തോ ഒരു രോഗം ഇവന് പിടിപെട്ടിട്ടുണ്ട് ലാസറിന്. അതെന്താ രോഗം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല, പക്ഷേ ഗൗരവമുള്ളൊരു രോഗമാണ്. ഗൗരവമുള്ള രോഗം സംഭവിച്ചപ്പോൾ 2 സഹോദരിമാർ അവന് ചുറ്റും ഇരുന്ന് കരഞ്ഞു കാണണം. നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ചെറിയൊരു കാര്യം വന്നു കഴിയുമ്പോൾ, നമ്മുടെ കൈവിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും വിങ്ങിപ്പോട്ടില്ലേ? നമ്മുടെ കഥയാണ് പ്രിയപ്പെട്ടവർ ഈ കഥ എന്ന് പറയുന്നത്. എങ്ങനെയാണ്
ഇവിടേക്ക് കർത്താവിൻ്റെ ഒരു അഭിഷേകവും കൃപയും വന്നതെന്ന് നമ്മൾ വലിയ ദാഹത്തോടെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അടയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയുക, ലാസർ എന്ന് പറയുന്ന മകൻ രോഗബാധിതനായി. അവരെ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. മറിയത്തിൻ്റെ സഹോദരൻ, പിന്നെ മർത്തായുടെ ഗ്രാമത്തിൽ നിന്നുള്ളവൻ, ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുന്നത്. അപ്പോൾ ഈ വേദനയുടെ അവസ്ഥയിൽ, ഈ ഒരു ദുരിതത്തിൽ ഇവർ കാണുകയാണ്, മുഖാമുഖം കാണുകയാണ്, ഇതാ ലാസർ മരിക്കാൻ പോവുകയാണ്, തങ്ങളുടെ സഹോദരൻ മരിക്കും. ഇങ്ങനെ ഒരു ബോധ്യം വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി, രോഗത്തെ സുഖപ്പെടുത്തുന്ന ഒരാൾ ഞങ്ങൾ അറിയും. ആ ആൾ യേശുവാണ്. കർത്താവ് ഒരുപാട് ആളുകളെ സൗഖ്യപ്പെടുത്തി. തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി, പനി പിടിച്ചവരെ സൗഖ്യപ്പെടുത്തി. വചനം പറയുന്നത് എങ്ങനെയാണ്? നാനാവിധത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ എല്ലാം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ എല്ലാം സൗഖ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ രോഗത്തെയും കർത്താവിന് സൗഖ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ എൻ്റെ സഹോദരൻ്റെ രോഗത്തെയും കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന ഒരു പ്രതീക്ഷ, ഒരു ചെറിയൊരു പ്രതീക്ഷ, ഒരു കച്ചിത്തുരുമ്പ് ഇത് വെച്ചിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ഇവർ ആളെ അയച്ചു. നമ്മൾ ചിന്തിക്കുക, ഇനി എന്താണ് സംഭവിക്കുന്നത്? വളരെ 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 നിർണായകമായിട്ടൊരു കാര്യം അവിടെ നടക്കാൻ പോവുകയാണ്. എന്താണ് നടക്കുന്നത്? കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. നിങ്ങളെങ്ങനെ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വളരെ രോഗമായിട്ട് ICUയിൽ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ SMS വഴിയോ ഒരുപാട് ആളുകൾക്ക് സന്ദേശം അയച്ചു. ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾക്ക് സന്ദേശം അയച്ചു. എന്നിട്ട് പറയുകയാണ്, ഇന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് എല്ലാവരും ഒന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. അപ്പം നിങ്ങൾക്കൊരു മറുപടി വരികയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഒന്നും ക്ലാരിറ്റി ഇല്ലാത്തൊരു മറുപടി നിങ്ങൾക്ക് അങ്ങോട്ട് വരികയാണ്. ഇതുപോലൊരു മറുപടി യേശു ഇവർക്ക് കൊടുക്കുകയാണ്. യേശു അയച്ച മറുപടി എന്താണെന്നറിയോ? യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ യേശു വരുമെന്നതിനകത്തില്ല, യേശു വരില്ലെന്നതിനകത്തില്ല, യേശു സൗഖ്യപ്പെടുത്തുമെന്നതിനകത്തില്ല, യേശു എന്തെങ്കിലും ചെയ്യില്ലെന്നില്ല, ഒന്നുമില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാണ് വേദനയുടെ ഏറ്റവും വലിയൊരു ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമ്മളെ കൈവിട്ട സാഹചര്യം, വിങ്ങിപ്പൊട്ടുന്ന സാഹചര്യം, ദുരിതത്തിൻ്റെ സാഹചര്യം, അസ്വസ്ഥത. എന്താണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്? കർത്താവെ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. ഈ സാഹചര്യത്തിൽ കർത്താവിനെ അന്വേഷിച്ച് കർത്താവ് സ്നേഹിക്കുന്ന ആളുകൾ സന്ദേശം അയച്ചപ്പോൾ കർത്താവ് ഒരു പ്രതികരണവുമില്ല, ഒരു നല്ല വാക്കില്ല, ഒരു പ്രത്യേകിച്ച് ഒന്നും കൂസാത്ത രീതിയിലുള്ളൊരു മറുപടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും തളർന്നു കാണും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ കുടുംബത്തെ ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. കാരണം പല വഴികളിൽ നിന്ന് സഹായം അന്വേഷിച്ചപ്പോൾ ഒരു വഴികളിൽ നിന്ന് സഹായം കിട്ടാതെ ചില സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അല്ലെങ്കിൽ ക്യാൻസറായി, അല്ലെങ്കിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ഇതാ 2-3 ദിവസമായിട്ട് വലിയൊരു ടെൻഷനിലാണ് നീ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒരു ഫലവും നിനക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുക. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, ഒരു 10 വർഷമായി 15 വർഷമായി മക്കളില്ല, പ്രാർത്ഥിച്ച് മടുത്തു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മടുത്തു, എല്ലാ സ്ഥലത്തും നേർച്ചയിട്ട് മടുത്തു, ധ്യാനം കൂടി അതും മടുത്തു. അപ്പോൾ എല്ലാം അവസാനിച്ചു. കർത്താവ് ഇടപെടുന്നില്ല, കർത്താവ് കേൾക്കുന്നില്ല, കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയണത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, സഹോദര സഹോദരി, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായും വരും എന്നൊരു സൂചനയാണ് ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു തരിക. എന്താണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇതൊരു ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. നമുക്ക് മനസ്സിലാകുന്നില്ല കർത്താവ് എന്താണ് പറയണതെന്ന്. നമ്മൾ കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു റെസ്പോണ്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകം അടച്ചു വെക്കുമ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണ്? കർത്താവിന് ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരോടുകൂടി ആ ഒരു കലങ്ങിയ കണ്ണുമായിട്ട് അങ്ങനെ ജീവിക്കാനല്ല നമ്മൾ പ്രതീക്ഷയോടെ കർത്താവിനെ കാത്തിരിക്കണം. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുമെങ്കിൽ വലിയ വിശ്വാസത്തോടെ നമ്മളായിരിക്കുക. കർത്താവ് വരും. കർത്താവ് വരാത്ത ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. ദൈവം വരും. കാരണം കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വെറുതെ ഇരിക്കില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിനക്ക് നിഗൂഢമായ കാര്യങ്ങൾ, നിൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഇതൊരു നിഗൂഢമായ കാര്യമല്ലേ? ഇതൊരു ബുദ്ധിക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ മരിക്കാൻ പോകുന്ന ഒരാളെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ നിഗൂഢമായിട്ടുള്ളൊരു കാര്യം. കർത്താവ് വരുമോ വരില്ലേ നമുക്കൊന്നും അറിയില്ല. മനസ്സിലാക്കേണ്ടത്, കർത്താവ്
വന്നു കഴിയുമ്പോൾ നിഗൂഢമായ പല കാര്യങ്ങളും നിനക്ക് വെളിപ്പെടും. ഇതോ വലിയൊരു അനുഗ്രഹവും അഭിഷേകവും നിൻ്റെ മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് തരും. കർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. തളർന്നു പോകാണ്ടിരിക്കണം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കർത്താവ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വാക്കൊന്നുമല്ല ഇവർക്ക് കൊടുത്തേക്കണത്. പക്ഷേ കർത്താവിൻ്റെ വചനം പിന്നീട് പറയുകയാണ്, യേശു മാർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു വേദന, ദുരിത അവസ്ഥ, അല്ലെ സങ്കടപ്പെടുന്ന അവസ്ഥ, അത് കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് കർത്താവ് കേൾക്കുന്നില്ലെന്ന്. എന്താണ് കർത്താവ് ലാസറിൻ്റെ അടുത്തേക്ക് പോകാഞ്ഞത്? നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടാകും. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇതാ എല്ലാ തകർച്ചകളെയും അതിൻ്റെ 100 ഇരട്ടി നന്മയാക്കി കർത്താവ് നമുക്ക് തരും. 2 കൈ നീട്ടി നമുക്ക് തരും. അത് നമ്മൾ പ്രതീക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. നോക്കിയേ, കർത്താവിന് സങ്കടമില്ലെന്ന് പോലും നമ്മൾ വിചാരിക്കരുത്. കാരണം ലാസറിൻ്റെ കല്ലറയെങ്കിൽ വന്ന് കർത്താവ് കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. കർത്താവ് പറയുന്നത്, യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയരുത് ഇങ്ങനെ, കർത്താവ് കാണുന്നില്ല, കർത്താവ് എൻ്റെ കണ്ണുനീര് കാണുന്നില്ല, കർത്താവ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. കർത്താവിന് വേദനയുണ്ട്, കർത്താവ് കരയുന്നുണ്ട്. കാരണം ഇത്രയും മനസ്സിലാക്കിക്കൊള്ളുക, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ ഉള്ളിലുള്ള ആവലാതികൾ നീ അറിയും മുമ്പേ കർത്താവ് അറിയുന്നുണ്ട്. നിൻ്റെ മനസ്സിലെ അസ്വസ്ഥതകൾ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് ആ ഒരു സമയം, അത് കർത്താവ് ദൈവിക പദ്ധതിയുടെ ഭാഗമാണത്. നമ്മളത് വേദനയോടെയാണെങ്കിലും അതിന്ന് സ്വീകരിച്ചേ പറ്റൂ. ദൈവിക പദ്ധതിയെ വേദനയോടെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വലിയ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തിൻ്റെ 10 ഇരട്ടി കർത്താവ് കൃപ ചൊരിയും. ഏതെങ്കിലും വ്യക്തി അന്ന് വരെ അവരാരും കേട്ടിട്ടില്ല മരിച്ച ഒരു മനുഷ്യൻ തിരിച്ചു വരുമെന്ന്. ഒരിക്കലും കേട്ടില്ല. അവർ കേട്ടിട്ടുള്ളത് എന്താണ്? രോഗിയായിട്ടുള്ള ആൾ സൗഖ്യപ്പെടും. നീ എന്താ കേട്ടിട്ടുള്ളത്? സാമ്പത്തിക മേഖലയിൽ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇതൊക്കെ ഒന്നിങ്ങനെ മിനുക്കി ഒപ്പിച്ച് തട്ടി ഒപ്പിച്ച് ഇതങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുറേ കാലങ്ങളായിട്ട് മക്കളില്ലാണ്ടിരിക്കുന്ന അവസ്ഥ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് പോട്ടെ, എങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കാം, ഇതൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ലെ വേറെ ഏതെങ്കിലും ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അപേക്ഷിക്കാം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അത്ഭുതകരമായ ഒരു ദൈവം നമുക്കുണ്ട്. ചെങ്കടലിനെ വിഭജിച്ച ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗി അന്ന് എല്ലാവരും ഒഴിവാക്കിയിട്ടാണ്. ആ കുഷ്ഠരോഗിയെ തൊട്ടൊരു ദൈവം നമുക്കുണ്ട്. നമ്മളത് വലിയ വിശ്വാസത്തോടെ നമ്മളത് മനസ്സിലാക്കണം, ആഴത്തിൽ മനസ്സിലാക്കണം. ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ ആ വ്യക്തിയെ തൊട്ടില്ല, ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളത് വലിയ മനസ്സിലാക്കണം. സഖ്യവൂസിൻ്റെ കുടുംബത്തിൽ കയറി വന്നൊരു ദൈവം നമുക്കുണ്ട്. ഈ ഒരു ദൈവം സഖ്യവൂസിൻ്റെ വീട്ടിൽ കയറി വരുന്ന ദൈവം സഖ്യവൂസ് വിചാരിച്ചില്ല. അല്ലെങ്കിൽ ആ ശവമഞ്ചത്തിൽ തൊടുവെന്ന് ആ വിധവയായിട്ടുള്ള ആ മകൾ വിചാരിച്ചിട്ടില്ല. ആ മകൻ തിരിച്ചു വരുമെന്ന് ആ നാട്ടിൽ ആരും വിചാരിച്ചിട്ടില്ല. ഇതാണ് ദൈവത്തിൻ്റെ സമയത്തിൽ പ്രതീക്ഷിക്കുന്നതിലും വലിയ അത്ഭുതമാണ് നടക്കുന്നത്. അതുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവും ദുരിതവും അസ്വസ്ഥതയുമുള്ള സഹോദര സഹോദരി, നീ പ്രതീക്ഷ കൈവിടരുത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നീ പറയരുത്. കർത്താവ് കല്ലറയെങ്കിൽ വന്ന്, ലാസറിൻ്റെ കല്ലറയെങ്കിൽ വന്ന് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദര, അത് നമ്മൾ മനസ്സിലാക്കുക. നിൻ്റെ വേദനയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിന്നെ അത്രയധികം മാനിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള വചനം നോക്കുക. എന്നിട്ട് നോക്കുക, എങ്കിലും അവൻ രോഗിയായെന്ന് കേട്ടിട്ടും യേശു അവിടെ തന്നെ കഴിഞ്ഞു. 2 ദിവസം കൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കുക, ദൈവിക പദ്ധതി നടപ്പാകുന്ന ഒരു ചില രീതികൾ നമ്മൾ മനസ്സിലാക്കുക. മരണശേഷമാണ് കർത്താവ് അങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. നോക്കുക, എല്ലാം കഴിഞ്ഞു, കെട്ടടങ്ങി, മരണശേഷം ആളുകളെല്ലാം തിരിച്ചു പോയി. ഇപ്പോൾ ബാക്കിയുള്ളത് ലാസറിൻ്റെ വീട്ടിൽ ആ മർത്തയും മറിയം മാത്രം. 2 പേരിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്, അവിടേക്കാണ് കർത്താവ് ചെല്ലുന്നത്. എല്ലാം നോക്കി കർത്താവ് വരുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്? കർത്താവിന് പറയാം, ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് യൂദായിലേക്ക് പോകാം, നമുക്ക് യൂദയായിലേക്ക് പോകാം. ഇപ്പോഴാണ് സമയത്. മിക്കവാറും ശിഷ്യന്മാർ ആരെങ്കിലും ചോദിച്ചു കാണും, ഇപ്പോഴാണ് നിനക്ക് സമയമായത്? ലാസർ മരിച്ചിട്ട് എന്നാൽ പിന്നെ 2 ദിവസം മുമ്പ് അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, ഇപ്പോഴാണ് നിനക്ക് സമയമായത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മിനിമം പത്രോസെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം പത്രോസിന് വായി തോന്നുന്നത് പത്രോസ് അപ്പോൾ വിളിച്ചു പറയും. പത്രോസെങ്കിലും നമുക്കറിയില്ല എന്തു ആയിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇവരിങ്ങനെ പറഞ്ഞു, ഇപ്പോഴാണ് നിനക്ക് പോകേണ്ടത്. കർത്താവിനോട് അവരൊരു കാരണം കൂടെ പറയുന്നൊരു കാരണമുണ്ട്. ഇപ്പം പോകരുത്, ഇപ്പം പോയി കഴിഞ്ഞാൽ അതിലൊരു ഡേഞ്ചറുണ്ട്, ഒരു അപകടമുണ്ട്. എന്താണ് അപകടം? യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ്, എന്നിട്ട് നീ അങ്ങോട്ട് പോവുകയാണോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യേശുവേ നീ അവിടെ പോയാൽ നിൻ്റെ പണി തീരും.
ഞങ്ങളൂടെ വന്നാൽ ഞങ്ങളുടെ കാര്യവും പോക്കാണ്. അതുകൊണ്ട് ഈ സമയത്ത് പോകരുത്. നോക്കുക, കർത്താവിന് ഒരു സമയമുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ പ്രതിബന്ധങ്ങളല്ല. ദുരിതത്തിലാണ് കർത്താവേ, വേദനയുള്ളവനാണ് കർത്താവേ, അസ്വസ്ഥപ്പെടുന്ന കുടുംബമാണ് കർത്താവേ, തകർന്ന് കർത്താവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ നിലവിളിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ആ ഒരു സമയം, പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ചില സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് വരുമ്പോൾ ഒന്നും കർത്താവിന് തടസ്സമല്ല. ഒരു കാര്യത്തെയും കർത്താവ് വകവെക്കുകയല്ല. കർത്താവ് ഇതാ നടന്നു വന്ന് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി വരികയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതാണ്. കർത്താവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ആ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ, അവിടെയുള്ള ഈ 2 സഹോദരിമാരും പറയുന്ന ഒരു വചനം, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മണ്ടത്തരമാണത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മരണമെന്ന് പറയുന്ന കാര്യം നമ്മൾ അതിൽ കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ല. അങ്ങനെയല്ല. കർത്താവിൻ്റെ പദ്ധതി എന്താണോ അതാണ് ജീവിതത്തിൽ നടക്കേണ്ടത്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയല്ല, കർത്താവ് ആഗ്രഹിച്ചതാണ് ആ മരണം. നിൻ്റെ ജീവിതത്തിലെ ചില തകർച്ചകൾ ഇതിങ്ങനെ നടക്കുന്നു, കർത്താവ് അത് കണ്ടു. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കരുത്, കർത്താവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെയല്ല. ആ തകർച്ചയിൽ ഇതിനെ 10 ഇരട്ടി മറികടക്കുന്ന ഒരു അഭിഷേകം നിനക്ക് തരുന്നുണ്ട്. നിൻ്റെ തകർച്ചയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ തകർച്ചയിലേക്ക് കർത്താവ് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ വളരെ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞൊരു കാര്യം, നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. കർത്താവിന് ഈ സഹോദരിമാർ പറയാണ്, നീ ചോദിക്കുന്നത് എന്തും നിൻ്റെ പിതാവായ ദൈവം നിനക്ക് തരുമെന്ന്. ഇത് 22-ാമത്തെ വചനം. എന്നാൽ നമ്മൾ കാണുന്നത് 21-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഇങ്ങനെ യേശുവിനോട് പറഞ്ഞു. മർത്ത പറഞ്ഞു. ഇനി മറിയം കുറച്ച് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് മറിയം പറയുന്ന ഒരു വചനം, 32-ാമത്തെ വചനം പറയുകയാണ്, മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. നോക്കി, 2 പേരും പറഞ്ഞത് ഒരേ വചനം, വള്ളിപ്പുള്ളി മാറ്റമില്ല. മർത്ത പറഞ്ഞത് എന്താണ്? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്ത പറഞ്ഞത് എന്താണ്? നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുക. 2 പേരും ഒരുമിച്ച് ഒരേ കാര്യം പറയണം. കർത്താവിൻ്റെ വചനം പറഞ്ഞത് എന്താണ്? നിങ്ങൾ 2 പേർ 3 പേർ ഒരുമിച്ചിരുന്ന് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നടക്കും. നോക്കിയേ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് നീ കുടുംബത്തോടെ ഒരുമിച്ച് കാര്യങ്ങൾ ചോദിക്കുക. ഒരുമിച്ച് ചോദിക്കണം. ഒരുമിച്ച് കർത്താവിന് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതെ അഭിപ്രായ ഐക്യത്തോടുകൂടി, എൻ്റെ കർത്താവെ, വിങ്ങുന്ന ഹൃദയം, കർത്താവെ, അസ്വസ്ഥപ്പെടുന്ന ഹൃദയം, ദുരിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുമിച്ച് ഒരു കുടുംബം ഒറ്റക്കെട്ടായി ചോദിക്കുന്ന കാര്യത്തിന് കർത്താവ് ഉറപ്പായിട്ട് ഉത്തരം നൽകും. നമ്മൾ വളരെ വിശ്വാസത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അത്. ഇതാ ആ കുടുംബത്തിലേക്ക് കർത്താവ് വന്നു. കർത്താവ് വീണ്ടും പോണത് എങ്ങോട്ടാണെന്നറിയോ? കർത്താവ് പോകുന്നത് കല്ലറയിലേക്ക്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണ് നീയെങ്കിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുക കർത്താവിൻ്റെ വചനം. കർത്താവ് അതാ കൃത്യസ്ഥലത്തേക്ക് പോകുന്നു. അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണോ ആ അസ്വസ്ഥത അവസാനിപ്പിക്കാൻ വേണ്ടി കർത്താവ് പോവുകയാണ്. ഏത് സാമ്പത്തിക കടത്തിൽ കുടുങ്ങി കിടക്കുന്ന വ്യക്തിയാണോ നീ, കർത്താവ് അതിൻ്റെ മുകളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പരാജയപ്പെട്ട സ്ഥലം കർത്താവിനറിയാം, പരാജയപ്പെട്ട വ്യക്തികളുടെ മുഖം കർത്താവിനറിയാം, നീ തകർന്നു പോയ ദിവസം പോലും കർത്താവിനറിയാം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് തീക്ഷ്ണമായിട്ട് നീ പ്രാർത്ഥിക്കണം, നീ വിശ്വസിക്കണം. അതൊരു വലിയൊരു അനുഗ്രഹവും അഭിഷേകമായിട്ട് നിൻ്റെ ജീവിതത്തിൽ കാണും. കർത്താവ് ആ കല്ലറയെങ്കിലേക്ക് പോയിട്ട് വിളിക്കുകയാണ്, ലാസറേ, നീ പുറത്തു വരിക. എന്താണ് ആ വിളിയുടെ അർത്ഥം? കർത്താവ് വിളിച്ചതെന്നാണ്, ലാസറേ, നീ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ എല്ലാം തകരട്ടെ. അവിടെ ഉണ്ടായിരുന്ന ആ ബന്ധനങ്ങളെല്ലാം തകരട്ടെ, ചങ്ങലകൾ തകരട്ടെ, കല്ലുകൾ മാറട്ടെ, ലാസർ പുറത്തു വരട്ടെ, പുതിയൊരു ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക്, കാലാകാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഇതാ ഒരു പുതിയതാണ്. അവിടെ എല്ലാം പുതിയതാണ്. ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ കർത്താവ് താമസിച്ചു പോയി, അങ്ങനെ ചിന്തിക്കരുത്. വിങ്ങിപ്പൊട്ടുന്ന ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ എല്ലാം ദൈവം നവീകരിക്കും. അതുകൊണ്ടാണല്ലോ വചനം പറയണത്, ഇതാ കർത്താവ് വന്നു കഴിഞ്ഞു, എല്ലാം നവീകരിക്കുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയതാണ്. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണല്ലോ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 12-ാം വചനമുണ്ട്. പരാജയപ്പെട്ട ജനത ഒരു വിജയം നേടിയെടുത്തിട്ട് പറയുന്നൊരു വചനമാണ്, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു.
ദൈവമേ നോക്കി കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ദൈവം സമാധാനം നൽകും. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായിട്ട് വരും. കല്ലറകളുടെ മുമ്പിൽ കർത്താവ് വരും. അതുകൊണ്ടാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ടല്ലോ, മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക. ഈ ആകുലതയും ഈ വേദനയും എല്ലാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും കൊടുത്ത് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കലറുകളുടെയും മുകളിലേക്ക് കർത്താവിൻ്റെ അധികാരം നമ്മളത് സ്വീകരിക്കുക. കർത്താവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുക. മനസ്സ് വിങ്ങിപ്പൊട്ടുമ്പോഴും കർത്താവിനെ പ്രതീക്ഷിക്കണം. ഒരിക്കലും കർത്താവ് വൈകില്ല. ഒരിക്കലും കർത്താവ് നിൻ്റെ മേൽ ചൊരിയാനിരിക്കുന്ന കൃപയ്ക്ക് ഒരു കുറവും വരുത്തില്ല. കർത്താവിൻ്റെ പഴയ കാര്യങ്ങളെ ഓർത്ത് നീ സ്തുതിച്ച് ആരാധിക്കുക. കർത്താവ് ചെയ്ത കാര്യങ്ങളെ നന്ദിയോടെ ഓർക്കുക. വിങ്ങിപ്പൊട്ടുന്ന സാഹചര്യത്തിലും പഴയ കാര്യങ്ങൾ എന്തൊക്കെ കർത്താവ് നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടോ ഓർത്തോർത്ത് സ്തുതിക്കുക. അപ്പോൾ വലിയ അഭിഷേകവും ശക്തിയും നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77-ാം അധ്യായം 10-11 തിരുവചനം പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ദുരിതപ്പെടുന്നത്, അസ്വസ്ഥപ്പെടുന്ന കാരണം എന്താണ്? നമ്മൾ ഒരു ബോധ്യം ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. ഇദ്ദേഹം പറഞ്ഞൊരു തെറ്റ് ഇദ്ദേഹം തിരുത്തുകയാണ്. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ടങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ പല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. അതുകൊണ്ട് ഒരു വലിയൊരു ഉൾക്കാഴ്ചയിലൂടെ ഇദ്ദേഹം പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് പറഞ്ഞു. എന്നാൽ അതല്ല എൻ്റെ ദുഃഖ കാരണം. അത്യുന്നതൻ്റെ ശക്തിക്ക് വേണ്ടി ഞാൻ തീഷ്ണതയോടെ ഒരു ക്ഷമയോടെ കാത്തിരുന്നില്ല. അതാണ് എൻ്റെ ദുഃഖ കാരണം. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ കാത്തിരിക്കും. പഴയ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് എണ്ണിപ്പെറുക്കി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കും. അപ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെടും. യേശു വന്നിട്ട് ആ ഒരു കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്താണ് അതിനർത്ഥം? ഓരോ ദിവസവും പിതാവേ മകനായ എന്നെ ഇതാ നീ രക്ഷാകർമ്മത്തിന് വേണ്ടി ഒരുക്കിയല്ലോ, ഒരുപാട് എല്ലാ ജനത്തെയും നീ വീണ്ടെടുക്കുന്നുവല്ലോ, അതിന് നന്ദി. യേശു സ്വന്തം പിതാവിന് മുമ്പിൽ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. നന്ദി പറയുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാ നിരാശയുടെ മേഖലകളിലും നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. കർത്താവിനൊന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. രോഗമാണോ എല്ലാം മറന്ന് പഴയ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെച്ച് നന്ദി പറഞ്ഞ് സ്തുതിക്കുക. അസ്വസ്ഥപ്പെടുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ നന്ദി പറഞ്ഞ് ഓർത്ത് വെച്ച് സ്തുതിക്കുക. യേശുവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിലേക്ക് ജീവിതത്തെ അങ്ങോട്ട് സമർപ്പിക്കുക. മണലാരണ്യം മാത്രം അബ്രാഹത്തിന് മുമ്പിലുണ്ടായിരുന്നുവെങ്കിൽ ഇത് അബ്രാഹാം കാത്തിരുന്നപ്പോൾ അത് ആ ചുട്ടുപൊള്ളുന്ന മണൽ മുഴുവൻ അഭിഷേകം നിറഞ്ഞ സ്ഥലമായിട്ട് മാറി, ഫലഭൂഷ്ടമായ പ്രദേശമായി മാറി. കർത്താവ് ആ മണലിൻ്റെ അത്രയും സന്തതികളെ നൽകി അനുഗ്രഹിച്ചു. പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ ഇതാ ഹന്നായ്ക്ക് കിട്ടിയത് സമൂവേൽ എന്ന അഭിഷിക്തൻ. പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ എലിസബത്തിനും കിട്ടിയത് ഇതാ സ്നാപക യോഹന്നാൻ എന്ന അഭിഷേകം നിറഞ്ഞ പുത്രൻ. അബ്രാഹത്തിന് കിട്ടിയത് ഇതാ ഒരു മകൻ. അഭിഷേകത്തിൻ്റെ നിറവ് നിൻ്റെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനം 78:53, അവിടുന്ന് അവരെ സുരക്ഷിതരായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു. എല്ലാ അസ്വസ്ഥകളും എല്ലാ കുറവുകളും എല്ലാ ദുരിതങ്ങളും ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളും കൈകൾ കൂപ്പി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. കർത്താവ് ഇതാ കടന്നു വരുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ കല്ലറകൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ കൃപയും സന്തോഷവും നിലനിൽക്കുന്ന ഐശ്വര്യവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. വിശ്വാസത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ദൈവം ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.